ഇവിടുത്തെ ഒരു പച്ചക്കറി ഷോപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇത് ചെറിയൊരു ഷോപ്പാണ്, എന്നാലും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു മാങ്ങ തന്നെയാണ് കേട്ടോ. അത് നാട്ടിൽ മാങ്ങ തന്നെയാണ്, പക്ഷെ ആ ഒരു ഫ്രഷ്നെസ് ഒന്നും നമുക്ക് കിട്ടില്ല ഇവിടെ. പിന്നെ പച്ചക്കറികളെല്ലാം നമ്മൾ എന്ത് വാങ്ങിക്കുകയാണെങ്കിലും മൊത്തമായിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ കുറച്ചുള്ളി, സവോള, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് എടുക്കുകയാണെങ്കിലും കുറേശ്ശെ പച്ചക്കറിയെല്ലാം വെജിറ്റബിൾസ് എല്ലാം കൂടി ഒരു കവറിലാക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള എടുക്കുന്നതായിരിക്കും ലാഭം. അങ്ങനെയാണ് ഞാൻ എടുക്കാറ്. അങ്ങനെ കാരണം നമുക്ക് വില കുറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് എടുക്കുന്ന സമയത്ത് വില കൂടും. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഉള്ളി നമ്മൾ മുളപ്പിച്ചിട്ട് കറിക്കരി അങ്ങനെയൊക്കെ പേര് വയ്ക്കാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ്. കോളിഫ്ലവറിൻ്റെ തന്നെ ക്യാബേജിൻ്റെ തന്നെ വേറെ വെറൈറ്റി വലിപ്പം കൂടിയുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഫ്രൂട്ട്സ് ആപ്പിൾ, ഓറഞ്ച് അങ്ങനെയുള്ള ജെറി, പിന്നെ പ്ലം അങ്ങനെയുള്ളതെല്ലാം ഒരു പാക്കായി വെച്ചിരിക്കുന്നതാണ്. മാംഗോ അങ്ങനെയുള്ളതല്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. ഒരു ബോക്സായിട്ട് സെലക്ട് ചെയ്ത് എടുത്തിട്ട് പോകുന്നവരുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ട് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾ വാങ്ങിക്കുകയാണെങ്കിലും എല്ലാം കൂടി സെലക്ട് ചെയ്യുക, കുറേശ്ശെ ആവശ്യമുള്ളതെല്ലാം എടുക്കുക, തൂക്കിയെടുക്കുക. ഫ്രൂട്ട്സ് ആണെങ്കിലും അങ്ങനെ എടുക്കുന്നതാണ് പൈസ കുറവിൽ കിട്ടുക. ഇതൊരു വാട്ടർ മെലൺ ഉണ്ടോ, നല്ല ടേസ്റ്റുള്ള ഒരു വാട്ടർ മെലൂണാണ്. ഇപ്പോൾ ഈ വാട്ടർ മെലൂണിന് സീസണായ കാരണം ഇവിടെ വിലക്കുറവാണ്. ഇപ്പോൾ 200 പൈസയാണ് കിലോനുള്ളൂ. വഴുതിനങ്ങയൊക്കെ വിലക്കുറവുണ്ട്. വഴുതിനങ്ങ, ബീൻസ് അങ്ങനെയുള്ളതിനൊക്കെ വിലക്കുറവാണ് ഇപ്പോൾ. നമ്മുടെ റോബസ്റ്റ് പഴമില്ല, അങ്ങനത്തെ ആ ഒരു പഴമാണ് കേട്ടോ. ഇപ്പോൾ റേറ്റ് കുറവാണ് അതിന്. ബോക്സൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവിന് കിട്ടും. അല്ലെങ്കിൽ കിലോ ഒക്കെ ആയിട്ട് എടുക്കുമ്പോൾ 500 പൈസയാണ് ഒരു കിലോയ്ക്ക് ഇപ്പോൾ റേറ്റ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറികളും ഇവിടെ കിട്ടും കേട്ടോ, അവൈലബിൾ ആണ്. അതിനും കൂടുതൽ പിന്നെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നാരങ്ങയാണ് കേട്ടോ. ഈ തൂക്കി എടുക്കാൻ അങ്ങനെയുള്ള പെട്ടെന്ന് ചിലപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വരുന്നവർ ഇങ്ങനെ പാക്കറ്റായി എടുത്തിട്ട് പോകുന്നതാണ് സാധാരണ കാണാറ്. ഇതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ടോ, കളർ ചേഞ്ച് ആയിട്ട്. ഇതൊക്കെ ഒരു പച്ചമുളകാണ്, എരിവ് കുറവാണ് അതിന് കേട്ടോ. അത് മഞ്ഞൾ, നമ്മുടെ നാട്ടിലൊക്കെ അതേ സെയിം മഞ്ഞൾ തന്നെയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതൊരു മുളകിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അവരയ്ക്ക, കയ്പ്പയ്ക്ക അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. അവരൊക്കെ ഇവിടെ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവിടെ വീടുകളിലും അല്ലെങ്കിൽ കൃഷിയിടത്തൊക്കെ പന്തൽ കെട്ടി കാണാറുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ വേറൊരു വെറൈറ്റി. കറിവേപ്പില, ഇതൊരു കെട്ടിന് 100 പൈസയാണ് ഇവിടുത്തെ റേറ്റ്. പുതിനയുടെ ഇലയാണ് കേട്ടോ. ഒരു തരം ചീരയാണ്, നമ്മൾ കറിക്കൊക്കെ ഉപ്പേരി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ചീരയാണ്. നമ്മുടെ നാട്ടിലെ ഇഞ്ചിയല്ല, ഇതൊരു നമ്മുടെ നാട്ടിലെ ഇഞ്ചിയുടെ ഗുണമൊന്നും ഈ ഇഞ്ചിക്ക് കിട്ടില്ല കേട്ടോ. അതായത് നമ്മുടെ ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതി, ഇവിടെ ഒരു ഫുള്ള് ഇട്ടാലും ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ഇത് മത്തങ്ങ, നമ്മുടെ നാട്ടിൽ ഏകദേശം സെയിം തന്നെയാണ്. ഇവിടെ ഇത് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന പോലെ പച്ചക്കരിഞ്ഞ് അങ്ങനെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
കുമ്പളങ്ങ, മറ്റേത് ചൊരയ്ക്ക പറയുന്ന സാധനമാണ്. എൻ്റെ നാട്ടിൽ അങ്ങനെയാണ് പറയുക. മുളകിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. കളറ് നോക്കി നല്ല കളറാണ്. ഇത് കോളിഫ്ലവറിൻ്റെ ഇലയാണ്. അത് ഇങ്ങനെ സാലഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും ഈ ഇല. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.